ഇനി ബാക്കി കേട്ടോളി. മൂപ്പര് നാദാപുരത്ത് വന്നിട്ടേ കാന്തപുര ഉസ്താദിനെ സംബന്ധിച്ച് ഒരു കളവ് അവതരിപ്പിച്ചു. ആ കളവ് അവതരിപ്പിച്ചതിന് മൂപ്പര് സാക്ഷിയായിട്ട് കൊണ്ടുവന്ന ആര്യ ഹുദവീനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ ഹുദവി പച്ച കള്ളം പറഞ്ഞു. ഞാനത് പിടിച്ച് ഈ ഹുദവി പറയാണെന്ത് അസറിന്റെ ശേഷം സുന്നത്ത് കരിക്കാൻ വേണ്ടിയിട്ടുന്നു. ഞാൻ അസറിന്റെ ശേഷം സുന്നത്തുണ്ടോ ഹുദവി? മൗലവിക്കും മനസ്സിലായില്ല, ഹുദവിക്കും മനസ്സിലായില്ല. അത് കള്ളത്തരം പറഞ്ഞല്ലേ, കളവ് പറയുമ്പോ അങ്ങനല്ലേ പെട്ടുക. അങ്ങനെ അത് ഞാൻ പിടിച്ചു. ഇപ്പൊ മൗലവി ഇപ്പം വന്നിട്ട് പറയട്ടോ, അത് ഞങ്ങളെ തകരാറാ, പറഞ്ഞാളെ തകരാറല്ലേ? ഈ തകരാറുള്ളോ പറഞ്ഞു കൊണ്ടുവന്നോ എനിക്ക് തകരാറൊന്നുമില്ല. അത് ശരി, അങ്ങനെയല്ലേ? എന്നാ വെച്ചോട്ടോ, ഞാൻ വെച്ചോട്ടാ, പറഞ്ഞാളെ തകരാറല്ലേ തന്നെ കേൾപ്പിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറയുന്നത്, മൂപ്പരയും ഒരു തെറ്റ് പിടിച്ചാൽ എന്താ അറിയോ, അസറസ്കാര ശേഷം നായർ പറഞ്ഞു പോയത് അസറസ്കാരത്തിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ നീറ്റുന്നു. അത് ഞങ്ങളെ തകരാറാ, പറഞ്ഞോരെ തകരാറല്ലേ? നിങ്ങൾ ഏത് നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ എപ്പോഴൊക്കെ നിസ്കരിക്കണം ആർക്കറിയാ? ഏതൊക്കെ കേട്ടോ, നിങ്ങൾ എപ്പോ എല്ലാം നിസ്കരിക്കാൻ ആർക്കാ അറിയാൻ? നമ്മളെ ബാക്കിയുള്ള എല്ലാം മൂപ്പരറിയാം, അത് മാത്രം മൂപ്പരറിയൂല. എപ്പെല്ലാം സുന്നത്ത് നിസ്കരിക്കുക മൂപ്പരറിയില്ല. ഇതുവരെ പഠിച്ചിട്ടില്ല. അസറിന്റെ ശേഷം സുന്നത്തില്ല എന്നുള്ള മൂപ്പര് ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് പഠിക്കാതെ പ്രസംഗിക്കാൻ നടക്കുന്നത്. മൂപ്പര് പറഞ്ഞു തരുമോ? പറഞ്ഞാൽ തകരാറല്ലേ? ആ തകരാറുള്ളോ പറഞ്ഞു കൊണ്ടോ നിങ്ങളോ? നിങ്ങൾക്ക് തകരാറൊന്നുമില്ല. എനിക്ക് കേട്ടോളി, മൂപ്പര് നിങ്ങളെ കക്ഷിയല്ലേ, നമ്മളെ കക്ഷിയാണ്. ഒരു കാന്തപുര ഉസ്താദിനെ ദീപത്ത് പറഞ്ഞിട്ട് പ്രസംഗിച്ച ഹുദവി നമ്മളെ കക്ഷിയാണ്. ഒരു അന്ന് വെച്ചോടുത്ത എന്റെ മൂന്നോണ ചാക്ക്. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കക്ഷികളല്ലേ പറഞ്ഞത്? കുറ്റ്യാടിയിൽ വെച്ചല്ലേ പ്രസംഗിച്ചത്? കേട്ടോ, നിങ്ങളെ കക്ഷിയല്ലേ പറഞ്ഞത്, നമ്മളെ കക്ഷിയത്. ഞങ്ങളുടെ കഠിന വിരോധികൾ ഞങ്ങളെ കക്ഷിയാ. അത് ശരി, നല്ല കോളായി. ഇങ്ങനെയാ കക്ഷി? എനിക്ക് കേൾക്കണോ? എന്താ അറിയോ മൂപ്പര് പറയുന്നത്? ഞാൻ പറഞ്ഞു പോലും എല്ലാവരെക്കാളും വിവരമുള്ള ആള് ഞാനാണ്. മൂപ്പര് പറയും അന്ന് വെച്ചുകൊടുത്തോളി. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കട്ടെ. നമ്മള് എന്നെ സംബന്ധിച്ച് ആർക്കും അതെങ്ങനെ, ഞാൻ എല്ലാവരേക്കാളും എനിക്ക് എൽമുണ്ട് എന്ന് പറഞ്ഞ പേരോടിനോട് വളരെ വിനീതമായി ചോദിക്കട്ടെ മുസ്ലിയാരെ, വിനീതമായി ചോദിക്കട്ടെ മൗലവി, ഞാൻ അങ്ങനെ പറഞ്ഞത് കേൾപ്പിച്ചു തരാമോ? എല്ലാവരെക്കാളും എനിക്ക് വിവരമുണ്ട് കേൾപ്പിച്ചു തരാമോ? മുജാഹിദീകളെക്കാളും എനിക്ക് വിവരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദീകൾ എല്ലാവരും കുല്ലുഹും അജ്മാഉന. അപ്പോ എല്ലാവരെക്കാളും വിവരമുള്ള ആളെന്ന് ഞാൻ പറഞ്ഞോളൂ. പച്ചക്കള്ളം നുണച്ചാക്ക് ഇങ്ങനെ തുറക്ക. ഇനി ബാക്കി കേട്ടോളി. മൂപ്പര് നാദാപുരത്ത് വന്നിട്ടേ കാന്തപുര ഉസ്താദിനെ സംബന്ധിച്ച് ഒരു കളവ് അവതരിപ്പിച്ചു. ആ കളവ് അവതരിപ്പിച്ചതിന് മൂപ്പര് സാക്ഷിയായിട്ട് കൊണ്ടുവന്ന ആര്യ ഹുദവീനെ കൊണ്ടുവന്നു. എന്നിട്ട് ആ ഹുദവി പച്ച കള്ളം പറഞ്ഞു. ഞാനത് പിടിച്ച് ഈ ഹുദവി പറയാണെന്ത് അസറിന്റെ ശേഷം സുന്നത്ത് കരിക്കാൻ വേണ്ടിയിട്ടുന്നു. ഞാൻ അസറിന്റെ ശേഷം സുന്നത്തുണ്ടോ ഹുദവി? മൗലവിക്കും മനസ്സിലായില്ല, ഹുദവിക്കും മനസ്സിലായില്ല. അത് കള്ളത്തരം പറഞ്ഞല്ലേ, കളവ് പറയുമ്പോ അങ്ങനല്ലേ പെട്ടുക. അങ്ങനെ അത് ഞാൻ പിടിച്ചു. ഇപ്പൊ മൗലവി ഇപ്പം വന്നിട്ട് പറയട്ടോ, അത് ഞങ്ങളെ തകരാറാ, പറഞ്ഞാളെ തകരാറല്ലേ? ഈ തകരാറുള്ളോ പറഞ്ഞു കൊണ്ടുവന്നോ എനിക്ക് തകരാറൊന്നുമില്ല. അത് ശരി, അങ്ങനെയല്ലേ? എന്നാ വെച്ചോട്ടോ, ഞാൻ വെച്ചോട്ടാ, പറഞ്ഞാളെ തകരാറല്ലേ തന്നെ കേൾപ്പിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറയുന്നത്, മൂപ്പരയും ഒരു തെറ്റ് പിടിച്ചാൽ എന്താ അറിയോ, അസറസ്കാര ശേഷം നായർ പറഞ്ഞു പോയത് അസറസ്കാരത്തിന്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ നീറ്റുന്നു. അത് ഞങ്ങളെ തകരാറാ, പറഞ്ഞോരെ തകരാറല്ലേ? നിങ്ങൾ ഏത് നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ എപ്പോഴൊക്കെ നിസ്കരിക്കണം ആർക്കറിയാ? ഏതൊക്കെ കേട്ടോ, നിങ്ങൾ എപ്പോ എല്ലാം നിസ്കരിക്കാൻ ആർക്കാ അറിയാൻ? നമ്മളെ ബാക്കിയുള്ള എല്ലാം മൂപ്പരറിയാം, അത് മാത്രം മൂപ്പരറിയൂല. എപ്പെല്ലാം സുന്നത്ത് നിസ്കരിക്കുക മൂപ്പരറിയില്ല. ഇതുവരെ പഠിച്ചിട്ടില്ല. അസറിന്റെ ശേഷം സുന്നത്തില്ല എന്നുള്ള മൂപ്പര് ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് പഠിക്കാതായി പ്രസംഗിക്കാൻ നടക്കുന്നത്. മൂപ്പര് പറഞ്ഞു തരുമോ? പറഞ്ഞാൽ തകരാറല്ലേ? ആ തകരാറുള്ളോ പറഞ്ഞു കൊണ്ടോ നിങ്ങളോ? നിങ്ങൾക്ക് തകരാറൊന്നുമില്ല. എനിക്ക് കേട്ടോളി, മൂപ്പര് നിങ്ങളെ കക്ഷിയല്ലേ, നമ്മളെ കക്ഷിയാണ്. ഒരു കാന്തപുര ഉസ്താദിനെ ദീപത്ത് പറഞ്ഞിട്ട് പ്രസംഗിച്ച ഹുദവി നമ്മളെ കക്ഷിയാണ്. ഒരു അന്ന് വെച്ചുകൊടുത്ത എന്റെ മൂന്നോണ ചാക്ക്. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കക്ഷികളല്ലേ പറഞ്ഞത്? കുറ്റ്യാടിയിൽ വെച്ചല്ലേ പ്രസംഗിച്ചത്? കേട്ടോ, നിങ്ങളെ കക്ഷിയല്ലേ പറഞ്ഞത്, നമ്മളെ കക്ഷിയത്. ഞങ്ങളുടെ കഠിന വിരോധികൾ ഞങ്ങളെ കക്ഷിയാ. അത് ശരി, നല്ല കോളായി. ഇങ്ങനെയാ കക്ഷി? എനിക്ക് കേൾക്കണോ? എന്താ അറിയോ മൂപ്പര് പറയുന്നത്? ഞാൻ പറഞ്ഞു പോലും എല്ലാവരെക്കാളും വിവരമുള്ള ആള് ഞാനാണ്. മൂപ്പര് പറയും അന്ന് വെച്ചുകൊടുത്തോളി. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കട്ടെ. നമ്മള് എന്നെ സംബന്ധിച്ച് ആർക്കും അതെങ്ങനെ, ഞാൻ എല്ലാവരേക്കാളും എനിക്ക് എൽമുണ്ട് എന്ന് പറഞ്ഞ
പേരോടിനോട് വളരെ വിനീതമായി ചോദിക്കട്ടെ മുസ്ലിയാരെ, വിനീതമായി ചോദിക്കട്ടെ മൗലവി, ഞാൻ എങ്ങനെ പറഞ്ഞത് കേൾപ്പിച്ചു തരാമോ? എല്ലാവരെക്കാളും എനിക്ക് വിവരമുണ്ട് എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു തരാമോ? മുജാഹിദീകളെക്കാളും എനിക്ക് വിവരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദീകളൊന്നും എല്ലാവരും കുല്ലുഹും അജ്മാവുന. അപ്പോ എല്ലാവരെക്കാളും വിവരമുള്ള ആളെന്ന് ഞാൻ പറഞ്ഞോളൂ. പച്ചക്കള്ളം നുണച്ചാക്ക് ഇങ്ങനെ തുറക്കുക മൂപ്പരെ.